അപ്പോൾ എല്ലാവർക്കും ഹായ്. ഞാൻ ഇപ്പം ജസ്റ്റ് എണീറ്റേ ഉള്ളു. ടൈം എത്രയെന്ന് പറഞ്ഞിട്ട് ടൈം 7:31 7:30. ഇപ്പം എണീറ്റേ ഉള്ളു. ഇന്നത്തെ പരിപാടി എന്താണെന്നുള്ളത് പറയാം. ഹൗസ് ഡ്രൈവറിൻ്റെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഫ്രീ ആയിട്ടും, അതായത് കുറച്ച് നേരം ഫ്രീയും പിന്നെ കുറച്ച് നേരം നല്ല വർക്കുമായിട്ടുള്ളൊരു ഡേ ആണ്. ഇന്നത്തെ ഡേ ആണ് ശരിക്കും എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം ഹൗസ് ഡ്രൈവറിൻ്റെ പണി. അപ്പോൾ ഇന്നത്തെ ഡേ ഫുള്ള് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എങ്ങനെയാണ് സംഭവം എന്നൊക്കെ. ആദ്യം തന്നെ ഇപ്പം നമ്മൾ 7:30 എണീറ്റ്. 7:30 അല്ല സാധാരണ എണീക്കണം, പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ്. അറിയില്ല എന്താണെന്ന്. അതെന്തായാലും നന്നായി. എണീറ്റുകൊണ്ട് നമുക്ക് പാത്രം കഴുകാനുണ്ട്, പിന്നെ ഇവിടെ ക്ലീനൊക്കെ ചെയ്യാം. ഇങ്ങനത്തെ ഒരു ദിവസമേ ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. ആദ്യം തന്നെ ഞാൻ ബാത്റൂമിൽ പോയി ഫ്രഷായി പല്ലൊക്കെ തേച്ച് സെറ്റപ്പായിട്ട് വന്നിട്ട് ഈ കാണുന്ന പാത്രങ്ങൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്, പിന്നെ ഇവിടെയൊക്കെ മൊത്തത്തിലൊന്ന് തൂത്ത് വരാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ബാക്കി നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി. ഇനിയിപ്പോൾ ഇവിടെ ക്ലീനിങ് ചെയ്തു കേട്ടോ. ഇവിടെ മൊത്തം ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ അലക്കാനുണ്ട്. അതിനുവേണ്ടി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഓണാക്കിയാൽ മതിയാവും. പിന്നെ ചൂലെടുക്കുക. ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട്, അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ വീഡിയോ കാണുന്നവർ, എൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ പ്രവാസികളാവാനായിട്ട് വരുന്ന ആൾക്കാരും അവരുടെ ഫാമിലി അവരൊക്കെ കണ്ടാൽ മതി. കാരണം അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുള്ളൂ. കാരണം ഇവിടെ എന്താ നടക്കണ, അവർ വന്നു കഴിഞ്ഞാൽ പ്രവാസിയായ ഹൗസ് ഡ്രൈവേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ, അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. വെള്ളിയാഴ്ച, അതും എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു ഡേ വെള്ളിയാഴ്ച തന്നെയാണ്. കാരണം വെള്ളിയാഴ്ച രാത്രി ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നല്ല വർക്ക് നല്ലോണം കൂടും. ഓട്ടോ ഉണ്ടാവും. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോ ഉണ്ടാവും. പിന്നെ വന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. മേ ബി ഞാൻ 1 മണിക്ക് 2 മണിക്കൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ 12 മണിക്ക് വരാം, 11 മണിക്ക്. അതൊക്കെ അവരുടെ പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊന്നും നമ്മുടെ കയ്യിലല്ല. കാരണം നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുക എപ്പോഴായാലും. ഓക്കെ, ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഞാൻ ഇന്നത്തെ ഡേ ഫുൾ എന്തായാലും കാണിക്കാനുണ്ട്. അത് ഇപ്പം നമ്മുടെ പരിപാടി ഇവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യുക, പിന്നെ കുക്ക് ചെയ്യുക. കുക്ക് ചെയ്യാനായിട്ട് ഇന്ന് പുതിയ വെള്ളം ചൂടായിട്ടുണ്ട്. മാഗി ഇഞ്ഞിട്ടണം. മാഗിയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാഗിയാണ്. പിന്നെ എഗ്ഗ് കറിയാണ് ഉച്ചയ്ക്ക് ചോറിന് കറി. അതിനുവേണ്ടി മുട്ടക്കറി ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ കഴിഞ്ഞിരുന്നു. രാവിലത്തെ പരിപാടി ക്ലീനിങ്, ഫ്രഷപ്പ് ആൻഡ് നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് സെറ്റായത്. അപ്പോൾ ഞാൻ ഇനി കറി ഉണ്ടാക്കില്ല, മുട്ടക്കറിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ ഉച്ചയോടനുബന്ധിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം ഫ്രീ ആണ്. ആ ഫ്രീ ടൈം നമ്മ എങ്ങനെ ഇന്ന് തീർത്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഇന്ന് നാട്ടിൽ നിന്ന് വിളിച്ചേക്കണേ. അപ്പോൾ അവനായിട്ട് ഒരു കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കണേ. അപ്പോൾ അത് ആയി കൊടുത്ത വെച്ചാനെ അതെ കണ്ട. അപ്പം എന്തായാലും പള്ളിയിൽ പോകാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് പള്ളിയിൽ പോകണ വീഡിയോ എന്തായാലും കാണിക്കാം. ബാക്കിയെല്ലാം ഇന്നത്തെ ഒരു ദിവസം പരിപാടി എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ടൈം ഇപ്പോൾ ഉച്ചയായി, പള്ളിയിൽ പോകാനായിട്ടുള്ള സമയമായി. അപ്പോൾ ഉച്ച വരെ നമുക്ക് ഫ്രീ ആയിരിക്കും. ടോട്ടലി ഫ്രൈഡേ ഫ്രീ ആണ്. ഞാൻ ഫ്രൈഡേ തന്നെ വീഡിയോ എടുക്കാനുള്ള കാരണം, ഇന്നത്തെ ഡേ കാണിക്കാൻ കാരണം ഇത് തന്നെയാണ്. ആഫ്റ്റർ ഓൾമോസ്റ്റ് 95% ആൾക്കാർക്കും വലിയ ഓട്ടം കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ പറയാൻ പറ്റില്ല, ചിലവർ രാവിലെ ശല്യപ്പെടുത്തണം ഉണ്ടാവും. എന്തായാലും എൻ്റെ കാര്യത്തിൽ നേരെ മറിച്ചാണ്. ഉച്ചവരെ എന്തായാലും ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോകണേണ്. പള്ളി തൊട്ടടുത്ത് തന്നെയാണ്, കാണിച്ചു തരാം.
പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ടും പിന്നെ നമ്മുടെ ബാക്കി കുക്കിങ്ങിൻ്റെ കുറച്ച് കൂടി കഴിയാണ്ട് ഉച്ചക്കത്തെ, എന്നിട്ട് അത് കഴിക്കുക, റെസ്റ്റ് എടുക്കുക. പിന്നെ എനി ടൈം അവരുടെ കോള് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്രീലങ്കയിലുള്ള ആളാണ്. നമ്മൾ റൂമിൻ്റെ അടുത്താണ്. ഇതാണ് പള്ളിയുടെ ഡോറ്. അങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്ന് ഫുഡ് ഉണ്ടാക്കി കിട്ടാം. കലക്കം മുട്ടക്കറി ഉണ്ടാക്കി, മുട്ടക്കറിയും ചോറും കഴിച്ചിട്ടാ. ഫുഡ് ഉണ്ടാക്കി കഴിക്കലും കഴിഞ്ഞ് അത് കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങിയപ്പോഴാണ് മാഡം പറഞ്ഞത് സ്റ്റാർബക്സിൽ പോയാൻ. സോ പാലൊക്കെ തുറന്ന് ചെറിയ വണ്ടി എടുക്കാൻ പോയി. വണ്ടിയുടെ കീ എടുത്തില്ല. ഷിറ്റ്. അപ്പോൾ സ്റ്റാർബക്സിൽ പോയിട്ട് വരാം. ഇവിടെ ജോലി തുടങ്ങണേന്ന്. അങ്ങനെ നമ്മൾ സ്റ്റാർബക്സിലെത്തി. സാധനവും മേടിച്ച് ഇനി വീട്ടിൽ പോവുക, കൊടുക്കുക, വീണ്ടും റെസ്റ്റ് ചെയ്യുക അടുത്ത പരിപാടിക്ക് വേണ്ടി. എന്തായാലും രാത്രിയൊക്കെ അലച്ചിലായിരിക്കും മിക്കവാറും. എന്തായാലും ഞാൻ എന്തുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങളെ കാണിച്ചിരിക്കും. എന്താണ് ഇവിടുത്തെ പരിപാടി എന്ന് എന്തായാലും നിങ്ങൾ അറിയണം. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞതും അടുത്ത പരിപാടി വന്നിട്ടുണ്ട്. ഇതെവിടെയാണെന്ന് അറിയില്ല. വലിയ കാറുമായിട്ട് അവരെയും കൊണ്ട് എവിടെയോ പോലെ. എന്തായാലും എവിടെയാണോ എത്തണത് അവിടെ എത്തിയിട്ട് ഞാൻ പറയാം എവിടെ എത്തിയിട്ടുള്ളതെന്ന്. ഓക്കെ, വലിയ കാർ സ്റ്റാർട്ട് ചെയ്തിടാൻ പറഞ്ഞ് അവർ വരുമെന്ന് പറഞ്ഞ്. സോ 3 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ച് വീണ്ടും പറയുന്നു വലിയ കാർ ഓഫാക്കിയേക്ക്, എന്നിട്ട് ചെറിയ കാർ എടുത്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ. ഇതൊക്കെയാണ് അവസ്ഥ. എന്തും നേരിടാനുള്ള ശക്തി വേണം. സോ നോ പ്രോബ്ലം. നമ്മുടെ വർക്ക് ഇതായതുകൊണ്ട് നമ്മൾ ഇനി ചെറിയ കാർ എടുത്തിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി ബ്രെഡ് എങ്ങാണ്ടൊക്കെ മേടിക്കാനാണ്. ഓക്കെ, ബ്രെഡ് മേടിച്ചിട്ട് വരാം. എന്നിട്ട് ബാക്കി വലിയ കാർ എടുക്കേണ്ടി വരുമായിരിക്കും, അറിയില്ല. സ്റ്റേ ട്യൂൺ. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലെത്തി. ഇതാണ് ഫ്രഷ് വേ മിനി മാർട്ട്. അപ്പോൾ ഇവിടെ നിന്നതേ ബ്രെഡ് മേടിച്ചു, തിരിച്ച് വീട്ടിൽ പോകുന്നു, കൊടുക്കുന്നു, വീണ്ടും സ്റ്റിൽ വെയിറ്റിംഗ്. ഇനി എന്തായാലും പ്രതീക്ഷിക്കണ്ട. പരിപാടി സ്റ്റാർട്ട് ചെയ്തെന്ന് അതിൻ്റെ അർത്ഥം. ആദ്യത്തെ ഒരു എവിടെയെങ്കിലൊക്കെ ഒരു പണി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടരെ അടുത്ത പണിയായിട്ട്. ഇപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെ ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് ആയിരിക്കും. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഫ്രൈഡേ ഹാഫ് ഡേ ലീവ് ആയിരിക്കും, ബാക്കി ഫുള്ള് പണിയായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തെങ്ങാട്ടാണെന്നുള്ളൊരു വെയിറ്റിങ്ങിലും. വേറെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഓക്കെയാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. AC ഒക്കെ ഫുള്ളിട്ട് ഇവിടെ ഒടുക്കത്ത് ചൂടാണ്. നമ്മളവിടത്തെ പോലെ ഒന്നുമല്ല, കരിഞ്ഞു പോകും. AC ഇല്ലാണ്ട് പറ്റില്ല. AC ഫുള്ളിലായിട്ടേക്കാം. ഡീസൽ നമ്മൾ നോക്കുന്നില്ല. AC ഫുള്ള്. ഡീസലൊക്കെ അവരടിച്ചോ, നമുക്ക് അതിൻ്റെ വിഷയമൊന്നുമില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ഇരിക്കുന്നു, പോവുക, യാത്രയ്ക്ക് ഹാപ്പി ആക്കും. അങ്ങനെ നമ്മൾ മാളിൽ നിന്ന് വീണ്ടും പിള്ളേരൊക്കെ ഡ്രോപ്പ് ചെയ്ത് നേരെ നമ്മുടെ മാഡം
ഫുഡ് കഴിക്കാനായിട്ട് കൂട്ടുകാരിൻ്റെ കൂടെ ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ തണലത്ത് നിൽക്കുവാണ്. ഷോപ്പ് ആ റെഡ് കളർ, അതാണ് ഷോപ്പ്. സ്റ്റിൽ ഞാൻ വെയിറ്റിംഗ് ആണ്. ഇനി ഇവിടെ നേരെ റിട്ടേൺ മാള്, പിന്നെ അവിടെ നിന്ന് എപ്പോഴാണോ തിരിക്കണമെന്ന് അറിയില്ല. ഓക്കെ, സമയം ഇരുട്ടി തുടങ്ങിയിരിക്കുകയാണ്. കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഏകദേശം ഒരു 6:30 നമ്മ ഓൾറെഡി ഒരു 2 hours ആയെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട്. ഇപ്പം നമ്മൾ രാത്രിയായി. ഇന്നത്തെ ഏകദേശം ഒതുങ്ങിയെന്ന് തോന്നണം. മാളിൽ നിന്ന് പോയി തിരികെ നേരെ വീട്ടിലേക്കല്ല വന്ന, പുള്ളിക്കാരൻ്റെ കുടുംബ വീട്ടിലേക്കാണ് പോയാൽ. കുറച്ച് ലോങ്ങാണ്. അവിടെ നിന്ന് വീട്ടിലേക്ക് 1 hour ട്രാവലുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 9:30-10 മണി നേരത്തെ ഒതുങ്ങിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല വേറെ പരിപാടിയൊന്നും ഉണ്ടാവുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രേ കാണിച്ചുള്ളെങ്കിലും നോർമലി എപ്പോഴും ഉള്ളതുപോലെ അല്ല. ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇച്ചിരി നേരത്തെ ഒതുങ്ങിയിട്ടുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ വീട്ടുകാർക്കും ഇങ്ങനെയൊന്നും അല്ലായിരിക്കും. പലർക്കും പല ഡ്രൈവേഴ്സിനും പല അവസ്ഥയും. ചിലവർക്ക് ചില പണിയുണ്ടാവില്ല. പിന്നെ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് എല്ലാവർക്കും പണി ഉണ്ടാവും. അങ്ങനെ കാരണം ഫ്രൈഡേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ നൈറ്റ് നോർമലി വർക്ക് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം നമ്മ. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്കൊരു ലൈക്ക് തരിക വീഡിയോക്ക്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഇനി എങ്ങനത്തെ രീതിയിലാണ് വീഡിയോ ഇനി അടുത്ത് ചെയ്യണ്ട, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ ബാക്കി ഈ തരത്തിലുള്ള ലൈഫുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അറിയണ്ട, ആ കമൻറ്റിൽ അറിയിച്ചാൽ മതി. നമ്മൾ ആ രീതിക്കൊരു വീഡിയോ ചെയ്യാം എന്തായാലും. അപ്പോൾ ഓക്കെ, വൈൻഡപ്പ് ചെയ്യണം. ബൈ.